2022 ജനുവരി 14 മകരവിളക്ക് ദിവസം. അന്ന് ഈ നാടിനെ നടുക്കിയ ഒരു കൊലപാതകം നടന്നു. മരിച്ചയാൾ ആര് എന്ന് തിരിച്ചറിയും മുന്നേ തന്നെ കേരള പോലീസ് അതിസമർത്ഥമായി പ്രതികളെ പിടികൂടിയ കേസ്. മുല്ലൂർ ശാന്തകുമാരി വധം. വിഴിഞ്ഞം തുറമുഖത്തിനടുത്തായുള്ള ഈ കാണുന്ന വീട്ടിലാണ് പ്രതികൾ ശാന്തകുമാരിയെ കൊന്ന ശേഷം ഒളിപ്പിച്ചത്. ഈ വീട്ടിലെ കൊച്ചു വന്ന് ഞങ്ങളെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ഓടി വരുമോ, അവരെ വീടിൻ്റെ അകത്ത് തട്ടിൻ്റെ ഓരിയെന്ന് ബ്ലഡ് വന്ന് വീണുകൊണ്ടിരിക്കണം പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ചേട്ടനാണ് കയറി നോക്കിയത്. എൻ്റെ ചേട്ടൻ കസേര എടുത്തിട്ട് നോക്കിയപ്പം ബോഡി ഇരിക്കുന്നത് കണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് പോലീസിനെ അറിയിച്ചത്. ഞങ്ങൾ പോലീസ് പാർട്ടി ചെന്ന് അകത്ത് നോക്കിയപ്പോൾ ഈ 2 കാലുകൾ മാത്രമാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ അത് തട്ടി വിളിച്ചു നോക്കിയപ്പോൾ നല്ല തണുത്ത് അവസ്ഥയിലാണ് മരണം സംഭവിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലെത്തി. നമുക്ക് കൂടുതൽ പരിശോധന അന്ന് രാത്രി സമയമായതുകൊണ്ടും കൂടുതൽ തെളിവ് ശേഖരണത്തിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെന്നും ഉള്ളതുകൊണ്ടും നമ്മൾ രാത്രി പരിശോധന നടത്താൻ സാധിച്ചില്ല. റഫീക്ക ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ വാടക കരാർ എഴുതിയിരുന്നത്. അവരോടൊപ്പം അവരുടെ സുഹൃത്തായ ഒരു ചെറുപ്പക്കാരൻ അല്ലമീൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവരുടെ മകൻ അവിടെ വരാറുണ്ടെന്നും നമുക്ക് സമീപവാസികളിൽ നിന്ന് മനസ്സിലായി. ഈ അല്ലമീൻ എന്ന് പറയുന്ന വ്യക്തി വളരെ മദ്യപാനിയും അത്യാവശ്യം ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളും ദിവസവും ആ വീട്ടിൽ ഈ റഫീക്ക ബീവി ഉപദ്രവിക്കുകയും അവിടുന്ന് ഭയങ്കര ന്യൂസൻസ് ആയതുകൊണ്ട് അയൽക്കാരുമായിട്ട് ഇവർക്ക് വലിയ സൗഹൃദമൊന്നുമില്ല. ആദ്യത്തെ സംശയം ഈ റഫീക്ക ബീവിയെ ഈ അല്ലമീൻ എന്ന് പറഞ്ഞ കൂടെ താമസിക്കുന്ന അയാൾ കൊലപ്പെടുത്തി അച്ഛൻ്റെ മുകളിൽ ഇട്ടിട്ട് അയാൾ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സംശയത്തിലാണ് ആദ്യം അന്വേഷണം തുടങ്ങുന്നത്. ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്നും അല്ലമീൻ എന്നുള്ള പേരിൽ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും ആ ബസ്സിനെ നമ്മൾ ഫോളോ ചെയ്തു. അതിൻ്റെ ഡ്രൈവറെ കോൺടാക്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഈ അല്ലമീനും ഒരു സ്ത്രീയും ഒരു കൂട്ടൊരു ചെറുപ്പക്കാരനും ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വിവരം കിട്ടി. ബസ് ഉടനെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനുമായിട്ട് കോൺടാക്ട് ചെയ്തു. കാര്യവട്ടത്ത് വെച്ച് ആ ബസ് തടഞ്ഞ് ഇവരെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് നമ്മൾ മരണപ്പെട്ടു എന്ന് ഞങ്ങൾ പോലീസ് സംശയിച്ചിരുന്ന റഫീക്ക ബീവിയും അവരുടെ മകനും അല്ലമീനുമാണ് ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നതെന്നും ഈ തട്ടിൻ്റെ മുകളിൽ മരണപ്പെട്ട് കിടന്നത് തൊട്ട് അയൽവാസിയായ ശാന്ത എന്ന് പറയുന്ന ഒരു വൃദ്ധയായ സ്ത്രീയാണെന്നും നമുക്ക് കിട്ടുന്നത്. 1 സാക്ഷിയെ ഞാനും 2 സാക്ഷിയെ അശ്വതിയാണ് കണ്ടത്. ശാന്തവും അതിൻ്റെ മുറ്റത്ത് വരുന്നതും റഫീക്ക വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നതും പിന്നെ ബാക്കിൽ വന്ന ആ 2 പിള്ളേരും അവരെ മക്കൾ 2 പേരും കതവ് തുറന്ന് നോക്കിയിട്ട് അകത്ത് പോകുന്നതും കണ്ട് പിന്നീട് കണ്ടില്ലായിരുന്നു. ഈ അമ്മ വീടിനകത്തോട്ട് കയറിയ സമയത്താണ് അല്ലമീനും ഷെഫീക്കും കൂടി ഒരു കൈലി കഷ്ണം ഉപയോഗിച്ച് അവരുടെ കഴുത്തിൽ 2 വശത്ത് നിന്നായിട്ട് വരിഞ്ഞ് മുറുക്കി അവർ സ്ട്രാങ്കുലേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് അവർ ബോധരഹിതയായി താഴെ വീഴുന്ന ഒരവസ്ഥയുണ്ടായി. റഫീക്ക ബീവി അവിടെ നിന്ന് ചുറ്റിലെടുത്ത് അവരുടെ തലയിൽ ആദ്യം ഒരു അടിയടിച്ചു. തുടർന്ന് അല്ലമീൻ ഈ ചുറ്റിൽ വാങ്ങി വീണ്ടും തലയിൽ 2 അടിയടിച്ചു. അങ്ങനെയാണ് ഈ അമ്മ മരണപ്പെടുന്നത്. അതിനുശേഷം ഇവരുടെ ആഭരണങ്ങൾ ഏകദേശം 44 ഗ്രാമോളം സ്വർണം, ഒരു ജോഡി കമ്മൽ, മോതിരം, വള, സ്വർണ്ണമാല ഇത്രയും വരുന്ന 44 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് പ്രതികൾ കവർന്നത്. അതിനുശേഷം ഈ അമ്മ ഉടുത്തിരുന്ന സാരി ഉപയോഗിച്ച് തന്നെ ശരീരത്തൂടെ വരിഞ്ഞു കെട്ടി ഈ തട്ടിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഇവർ പോകുന്നത്. എന്താ പറയുക, അർഹമായ ഒരു വിധി വന്നു, അതിന് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഷാരോൺ വധക്കേസിന് സമാനമായി തന്നെ മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലും കേരള പോലീസിന്റെ പ്രയത്നത്തെ അഭിനന്ദിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചത്. പ്രതികൾ 3 പേരും തൂക്കുകയറും കാത്ത് അഴിക്കുള്ളിലാണ്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.